ഹലോ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാനൊരു സുവിശേഷകനാണ്. ഞാനിങ്ങനെ പൊന്നാനി ഇന്ന് പാലക്കാട് റൂട്ടിലേക്ക് കയറിയപ്പോൾ ഒറ്റപ്പാലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കോ ഒരു ബോർഡ് നോക്കി വരികയാണ്. നിങ്ങൾ കണ്ടല്ലോ ബോർഡ് കണ്ടോ? ഇത് കണ്ട ഒരു ഓട്ടോറിക്ഷ കിടക്കുകയാണ്. ഇതൊരു ബോർഡാണ്, ഈ കാണുന്നതൊരു ബോർഡാണ്. പക്ഷെ അത് കാട് പിടിച്ച് കിടക്കുക. ഞാനിവിടുന്ന് പോരുമ്പോൾ ഞാൻ ഓൾ ഇന്ത്യ വർക്കിന് വേണ്ടി പുറപ്പെട്ടേക്കാണ്. ഇനി കാശ്മീർ കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏതാണ്ട് കുറേ ദൂരം പോകണം. എന്നാൽ കേരളത്തിൽ ഇങ്ങനെ ഒന്ന് കിടന്നിട്ട് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കൈകൊണ്ടൊന്ന് വലിച്ചു പറിച്ച് കളഞ്ഞാൽ മതി, എന്നാൽ അത് കളയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. ഇതൊന്ന് ഇതെങ്ങനെ വലിച്ചു പറിച്ച് കളഞ്ഞാൽ മതി. ഇതല്ല, ഇങ്ങനെ ഒന്ന് വലിച്ചു പറിച്ച് കളഞ്ഞാൽ തീരാവുന്ന കേസുകൾ. അത് 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങി അത് പോകും. ഇതല്ല, ഇങ്ങനെ വലിച്ചു പറിച്ച് കളഞ്ഞാൽ സംഭവം തീർന്ന്. നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലൊക്കെ നമുക്ക് ഉപകാരം ഉണ്ടാകണം. നമ്മുടെ ജീവിതം കൊണ്ട് എന്താ ഗുണം? ഇങ്ങനെ പൊട്ടിക്കിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണേ. ഇതുപോലെ ബോർഡ് കാണുമ്പോൾ ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളത്. അത് മറിച്ച് ദൂരെ കളഞ്ഞാൽ എത്രയോ പേർക്ക് അറിവില്ലാതെ വരുന്ന എത്രയോ പേരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ ഒരു മാതൃകയാവും. അല്ലേ, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങും. 2 ദിവസം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വഴി കാണാം. ചെറിയൊരു കാര്യമല്ലേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന ചെറിയ കാര്യങ്ങൾ. ഇത് ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങും. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ഈ ബോർഡ് കണ്ട, ഞാനിങ്ങനെ ഒറ്റപ്പാലെത്തിയപ്പോഴത്തേക്കും എങ്ങാണ്ട് പോകണമെന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് ഈ ബോർഡ്. കണ്ട, അത് മൊത്തം കാട് പിടിച്ച് കിടക്കുക. കണ്ട, അത് ഒരു കൊമ്പ് വെച്ചിരുന്നെങ്കിൽ വെച്ചിടാമായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോവും. എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഓക്കെ ഗായ്സ്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.